പതിവില്ലാണ്ട് അമ്മ തോർത്തും തോളയിട്ടൊരു സഞ്ചിയും പിടിച്ചോണ്ട് വഴിയിലോട്ട് ഇറങ്ങുന്ന കണ്ടപ്പോൾ ഞാൻ ഫോണും എടുത്തുകൊണ്ട് പുറകെ പോയി കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കടയിലും കണ്ട് പോകുവാണേ ആൾ. അപ്പോൾ ഞാനാണെങ്കിൽ മിണ്ടാണ്ട് വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേ ആളൊന്നും അറിഞ്ഞിട്ടില്ല. കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ ചോദിക്കുമായിരുന്നു എന്താണ് മിണ്ടാണ്ട് വീഡിയോ എടുത്തുകൊണ്ട് വന്നേന്ന്. അങ്ങനെ ആളങ്ങ് ദൂരെ പോണ വരെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കേട്ടോ. ആൾ നേരെ മെയിൻ റോഡിലൊക്കെ കയറി കടയിലും കണ്ട് പോവാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്പാടിയും അനിയനും കൂടിയിട്ട് മുടി വെട്ടാനായിട്ട് പോയിട്ട് അമ്പാടിയുടെ പളനിക്ക് പോയി വന്നതിന് ശേഷം ഒരു തവണയാണ് അവൻ്റെ മുടി കളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ. അങ്ങനെ ദേ മുടി വെട്ടിക്കൊണ്ടിരിക്കുവാണ്. ആദ്യം വന്നപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കരച്ചിലും വഴക്കുമായിരുന്നു. ആൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ടുണ്ട്. നേരത്തെ വേറെ രീതിക്കായിരുന്നു കേട്ടോ കട്ട് ചെയ്തത്. അങ്ങനെ ദേ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഇനി ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകണം, നമ്മുടെ അഷ്ടമിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ വെളിയിലോട്ട് വന്നു കേട്ടോ. അവിടെ നിന്നും കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അമ്പാടി ഹാപ്പി ആയി കേട്ടോ. നമ്മൾ മുതിർന്നവരെ മുടിയൊന്നും കളഞ്ഞില്ലെങ്കിലും കുഞ്ഞി പിള്ളേരെ എപ്പോഴും മെനക്കെടുത്താനാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോരുവാണ് കേട്ടോ. വണ്ടി ഇരിക്കുന്നിടത്തോട്ട് ഞങ്ങളൊരു ഇടവഴി കയറിയാണ് വന്നത്. കാരണം ഇവിടെ ഒരു കൊറിയർ ഓഫീസ് ഉണ്ട്. അതിൻ്റെ ഇവിടെ ആയിട്ട് തണലും പിന്നെ അത്യാവശ്യം വണ്ടിയൊക്കെ വെക്കുന്ന ഒരു സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയാണ് കൊണ്ട് വണ്ടി വെച്ചത് കേട്ടോ. അമ്പാടി പതിവിലും നേരത്തെ ആക്രി പെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെ പോയാലും ഈ ചിപ്പി കല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെറുക്കലാണ് കക്ഷിയുടെ ജോലി കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ വണ്ടി തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണേ. ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. കാരണം അഷ്ടമി സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ദേ അമ്പാടീനെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുത്തി. പിന്നെ ചേട്ടൻ കുഞ്ഞിക്കുട്ടനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണ് വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുവാണേ. അത്യാവശ്യം രാത്രിയായി കേട്ടോ. നമുക്ക് വിളക്കെട്ടിലൊക്കെ കഴിഞ്ഞാണ് കേട്ടോ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സന്ധ്യയാകാൻ നിന്നത് കേട്ടോ. നേരെ ഇരുട്ടി 6:30 6:45 ആയി എന്ന് തോന്നുന്നു. സമയം കറക്റ്റ് അറിയില്ല. അങ്ങനെ നേരെ അമ്പലത്തിൽ വന്നു കേട്ടോ. അമ്പലത്തിൽ വന്നതിന് ശേഷം ദേ അവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടേ. അപ്പുറത്തൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം അങ്ങനെ തിരക്ക് കുറഞ്ഞ സ്ഥലം വഴിയാണ് ഞങ്ങൾ നടക്കണേ. അതുകൊണ്ടാണ് അധികം ആളുകൾ കാണാത്ത കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ആളാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു. അവർക്കൊന്നും അങ്ങനെ വലിയ ഇതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ വശമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലും ഫോണ് കൊടുക്കത്തില്ലാത്തത്. എൻ്റെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ സെൽഫി രീതിക്കാണ് എടുക്കുന്നത്. അങ്ങനെ ദേ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് വെള്ളം കുടിക്കാനായിട്ട് കുഞ്ഞിക്കുട്ടനും അമ്പാടിയും വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് 2 പേർക്കും വെള്ളം കൊടുക്കുവാണേ. അമ്പാടിക്ക് കൊടുത്തു. കുഞ്ഞിക്കുട്ടൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ കുടിക്കാറായില്ല കേട്ടോ. അപ്പോൾ അവനെ ഇങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ വായിലൊഴിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ വടക്കേ നടയാണേ. അവിടെയാണ് വെള്ളവും ഇതൊക്കെ വെച്ചേക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം വീഡിയോ എടുത്തതിന് ശേഷം അമ്പാടിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാണേ. നമുക്കൊന്ന് വെളിയിറങ്ങിയതിന് ശേഷം വേണം ഐസ്ക്രീം വണ്ടിയുടെ അടുത്തോട്ട് പോകാനായിട്ട്. തിരക്കൊന്നുമില്ലാത്ത ഭാഗത്ത് വേണം പോകാനായിട്ട് കേട്ടോ. ഒരുപാട് തിരക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ഇവിടെ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കുവാണേ. അപ്പോൾ ഈ ഐസ്ക്രീം ആൾ കഴിക്കത്തില്ല. ആൾക്ക് അതിൻ്റെ താഴത്തേക്കുള്ള കോൺ പോലത്തെ ബിസ്ക്കറ്റ് മതി കേട്ടോ. അതിനുള്ള നിരാഹാര സമരം ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഐസ്ക്രീം എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. കാരണം ഒരുപാട് നേരം നിന്നില്ല, പിള്ളേരൊക്കെ ഉറക്കം തൂങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.